നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപൻ, സെക്കൻഡ് ഹൗസ് ലോർഡ് 12 ഭാവങ്ങളിൽ നിന്നാലുള്ള സാധ്യതകളെക്കുറിച്ച് ആണ്. നമുക്ക് രണ്ടാം ഭാവത്തെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ രണ്ടാം ഭാവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ഭൗതിക ജീവിതത്തിൻ്റെ ആണെങ്കിലും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത്. രണ്ടാം ഭാവം കൊണ്ട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യയാണ്, പഠനം. ഇന്നത്തെ കാലത്ത് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ജോലി അല്ലെങ്കിൽ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി അതല്ല, ഫാമിലിയായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും ധനം ചിന്തിക്കുന്നതും ഈ ഭാവം കൊണ്ടാണ്. ധനം, അപ്പോൾ ധനഭാവമാണ്, വാക്ഭാവമാണ്, വിദ്യാഭാവമാണ്, പിന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കുടുംബത്തെ ചിന്തിക്കുന്ന ഭാവമാണ്. പിന്നെ നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, നമ്മുടെ അസറ്റ്സ്, ഇതെല്ലാം നമ്മളായി ഉണ്ടാക്കിയെടുക്കുന്നതും നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുള്ളതും നമുക്ക് ഏത് വഴിയൊക്കെയാണ് ഇത് കിട്ടാൻ സാധ്യതയുള്ളത് അടക്കമുള്ള സർവ്വ വിഷയങ്ങളുടെയും സൂചന രണ്ടാം ഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൻ്റെ മാരക സ്വഭാവമുണ്ട്. മാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമത്തിൻ്റെ 7ാം ഭാവമാണ്. അതായത് അഷ്ടമത്തിൻ്റെ അഷ്ടമം 3ാം ഭാവം, അതിൻ്റെ 12ാം ഭാവം, ഭാവാൽഭാവ ചിന്തനയിൽ. അപ്പം രണ്ടിനൊരു മാരക സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീ ജാതകത്തിൽ ഇവരുടെ വിവാഹ ജീവിതം എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം ഇവർക്കത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിലൊരു വലിയ പങ്ക് രണ്ടാം ഭാവത്തിനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൊതുവേ നമ്മൾ എല്ലാ ഭാവങ്ങളും ചിന്തിക്കുന്നത് പോലെ തന്നെ ഭാവം, ഭാവാധിപൻ, ഭാവാധിപൻ പോയി നിൽക്കുന്ന രാശിയുടെ അധിപൻ, ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ സ്വഭാവം, ഭാവാധിപനോട് ചേർന്ന ഗ്രഹം, ഭാവത്തിനെയും ഭാവാധിപനെയും നോക്കുന്ന ഗ്രഹം, ഭാവത്തിൻ്റെ കാരഗ്രഹം. രണ്ടാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്, വ്യാഴത്തിൻ്റെ ബലം. അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അധിപൻ, അതിലൂടെയാണ് ഫലം വരുന്നത്. അടുത്തത് എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിൻ്റെ സ്ഫുടം വീണിരിക്കുന്ന നക്ഷത്രാധിപൻ. പിന്നെ ഈ ഭാവബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ, അല്ലെ രണ്ടാം ഭാവമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ, അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ ഷഡ്ബലത്തിലെ ബലം, ഇത്രയും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശ ഫലം ഇത് എങ്ങനെ തരും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അത് പോയി നോക്കുക, കാണുക. അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ്റെ അല്ലെങ്കിൽ രണ്ടാം ഭാവത്തിൻ്റെ കാരഗ്രഹമായിട്ടുള്ള വ്യാഴത്തെക്കുറിച്ച് പറയുന്നൊരു വീഡിയോയുണ്ട്, അത് കാണുക. ഭാവത്തിനും തൽപതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും, ഭാവം, അതിൻ്റെ പതി, അതുപോലെ തന്നെ അവിടുത്തെ കാരകാഖ്യ ഗ്രഹങ്ങൾ, ഇതിനും ഇത്രയും കാര്യങ്ങൾ, അതായത് രണ്ടാം ഭാവമായിട്ട് സൂചന നൽകുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും പല പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് വെച്ചുകൊണ്ട് വേണം ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കാനും പഠിക്കാനും. അപ്പം രണ്ടാം ഭാവാധിപൻ 1-ൽ നിന്നാലുള്ള ഫലം എന്തൊക്കെയായിരിക്കും നോക്കാം. രണ്ടാം ഭാവാധിപൻ 1-ൽ നിന്നാൽ നല്ലൊരു സ്ട്രെങ്തനായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ അവർക്കുണ്ടാവും. ഫാമിലിയിൽ നിന്നും അത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഫാമിലിയുമായിട്ട് ഒരു വെറുപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബവുമായിട്ട് ഒരു ചേർച്ചക്കുറവ് ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങൾ, സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ധനം ചിലവാക്കാനും അതിനൊക്കെ ഉള്ളൊരു ഭാഗ്യം വരും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് കുടുംബ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പെരുമാറിയിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പേഴ്സണാലിറ്റി വളരെ നല്ലതായിരിക്കും. കാരണം ലഗ്നവും രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ സ്പീച്ചിൻ്റെ ഭാവമല്ലേ, വാക്ഭാവമല്ലേ. അപ്പോൾ അത് ലഗ്നവുമായിട്ട് യോഗം ചെയ്യുമ്പം ഇവരുടെ പ്രസൻറ്റേഷൻസ്, കമ്മ്യൂണിക്കേഷൻ, ആൾക്കാരുമായിട്ട് ഇടപെടുന്നത്, ഇവരുടെ ഒരു പേഴ്സണാലിറ്റി വളരെ നന്നായിരിക്കും. നന്നായിട്ട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ കഴിവുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് സമ്പാദിക്കാനുള്ള കഴിവുകളും ഉണ്ടാവും. ധാരാളമായിട്ട് ധനം സമ്പാദിക്കാനുള്ള കഴിവുകളുണ്ടാകും. ബലവാനായിട്ടുള്ള രണ്ടാം ഭാവാധിപനും വ്യാഴവും ലഗ്നാധിപനും ഒരാളുടെ ജാതകത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ദശയും കൂടെ വരികയാണെങ്കിൽ ധനം സമ്പാദിക്കാനുള്ള യോഗം ഉണ്ടാവും, അതിന് സംശയമില്ല. പക്ഷേ പാപബന്ധം വരുന്നതിനനുസരിച്ചും വരവിനധികമായിട്ട് ചിലവ് വരും.
ആവശ്യമില്ലാതെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം സമ്പത്തും ഇതും കൊടുത്തിട്ട് ഒരു ഫിനാൻഷ്യൽ ഫെയില്യൂർ അവർക്കുണ്ടാവും. എക്സസീവായിട്ടുള്ളൊരു സ്പെൻഡിങ് ഇവർക്കുണ്ടാവും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവാത്ഭാവ ചിന്തയിൽ ഒരു ഭാവത്തിൻ്റെ 12ാം ഭാവം എന്ന് പറയുന്ന ആ ഭാവത്തിൻ്റെ നാശകാരകന അല്ല വ്യയകാരകന, നാശം ഉണ്ടാക്കും, നഷ്ടം ഉണ്ടാക്കും. ഭാവാത്ഭാവ ചിന്തന എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യോതിഷത്തിൽ ഒരു ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ക്ലാസ് എടുക്കാം. പക്ഷെ ഭാവാത്ഭാവ ചിന്തന എന്ന് പറയുന്നത് ആ ഭാവത്തെ, ഇപ്പം 2ാം ഭാവം ചിന്തിക്കുമ്പോൾ അത് പ്രധാനമായിട്ട് കണ്ടുകൊണ്ട് നോക്കുമ്പം 2ാം ഭാവത്തിൻ്റെ 12ാം ഭാവമാണ് ലഗ്നഭാവം. അപ്പോൾ 2ാം ഭാവാധിപൻ ലഗ്നത്തിൽ പോകുമ്പോൾ കുറേ ഗുണങ്ങളുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ 12ാം ഭാവം 2ൻ്റെ 12 ആയതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട്, അതായത് സാമ്പത്തിക അച്ചടക്കം കുറയും. ഭൗതിക സുഖങ്ങൾക്കും ഇന്ദ്രിയ സുഖങ്ങൾക്കും വേണ്ടിയൊക്കെ ധനം കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ വല്ല സ്നേഹത്തിൻ്റെയോ അല്ലെ ആരുടെങ്കിലും വാക്ക് കേട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു രാഹുവിൻ്റെയൊക്കെ ബന്ധം കൊണ്ടാണെങ്കിൽ എന്തെങ്കിലും ഫാസിനേഷൻ കൊണ്ടൊക്കെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അത് പിന്നീട് വലിയ വീഴ്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ധനം വരുന്ന യോഗത്തെ പറ്റിയാണെങ്കിൽ 9ാം ഭാവവും രവിയും കൂടെ കണക്ട് ചെയ്താൽ ഭാഗ്യം വഴിയും അച്ഛൻ വഴിയൊക്കെ ധനം വരാം. അമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഭാവങ്ങളാണെങ്കിൽ അമ്മ വഴിയും, 5ാം ഭാവം വഴിയാണ് ബന്ധമെങ്കിൽ പ്രണയം വഴിയും കാമുകി വഴിയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വഴിയോ അല്ലെങ്കിൽ മക്കൾ വഴിയോ ഒക്കെ ധനം വരാനുള്ള സാധ്യതയുണ്ട്. 7ആണെങ്കിൽ വൈഫ് വഴി അല്ലെങ്കിൽ ഭർത്താവ് വഴിയൊക്കെ ധനങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ 7-2 ഭാവങ്ങൾ തമ്മിൽ ബന്ധപ്പെടുകയാണെങ്കിൽ വിവാഹത്തിന് ശേഷം സമ്പത്തുണ്ടാവും. പക്ഷേ കുടുംബജീവിതം ഭംഗിയായിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒബ്സർവേഷൻ ഞാൻ വിട്ടുതരുന്നു. അതുപോലെ തന്നെ 2ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർവ്വസ്വത്തോ അല്ലെങ്കിൽ കുടുംബ വഴിയായിട്ടുള്ള സ്വത്തുക്കളോ കുടുംബ വഴിയായിട്ടുള്ള സാമ്പത്തിക ഉയർച്ചകളോ ഒക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവ്സ് എപ്പോഴും വരുന്നത് ഫിനാൻഷ്യൽ റിസ്ക് കൊണ്ടോ എക്സസീവായിട്ടുള്ളൊരു സ്പെൻഡിങ് കൊണ്ടോ ഓവർലി മെറ്റീരിയലിസ്റ്റിക് ആവുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കും. 2ാം ഭാവാധിപൻ ലഗ്നത്തിൽ വന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, 2ാം ഭാവാധിപൻ ലഗ്നത്തിൽ വരികയും അത് 7ാം ഭാവമായിട്ട് ബന്ധം വരികയും ചെയ്താൽ ഭാര്യയായിട്ട് എപ്പോഴും സാമ്പത്തിക കാര്യം പറഞ്ഞോ അല്ലെ ഭർത്താവുമായിട്ട് എപ്പോഴും സാമ്പത്തിക കാര്യം പറഞ്ഞൊരടക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. 2ാം ഭാവാധിപൻ 2ൽ നിന്നാലുള്ള ഫലം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2ാം ഭാവാധിപന് നല്ല ബലമുണ്ട്, ഉച്ചക്ഷേത്രമാണ് അല്ലെങ്കിൽ സ്വക്ഷേത്രമാണ്, നല്ല ബലപ്പെട്ടാണ് നിൽക്കുന്നത്, മറ്റ് പാപബന്ധങ്ങളൊന്നുമില്ല, വ്യാഴവും ബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവും, വിദ്യാഭ്യാസവും ഉണ്ടാവും. അത് ജന്മനക്ഷത്രത്തിൽ നിന്ന് 3, 5, 7 നക്ഷത്രങ്ങളിലാവരുത് ഈ 2ാം ഭാവാധിപൻ പോയി നിൽക്കുന്നത്. അതുപോലെ തന്നെ 2ാം ഭാവാധിപൻ്റെ ശത്രുവിൻ്റെ നക്ഷത്രത്തിലാണ് ഈ 2ാം ഭാവാധിപൻ നിൽക്കുന്നത് എങ്കിലും ഇച്ചിരി പ്രശ്നമാണ്. പക്ഷേ ഉച്ചമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒഴിയും കേട്ടോ. പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ഉണ്ടാകും 2ാം ഭാവാധിപൻ 2ൽ നിന്നാൽ. അതുപോലെ തന്നെ 2ാം ഭാവാധിപൻ 2ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാഴത്തിന് ബലവും കൂടി വന്നാൽ വാക്കിന് നെറിയുണ്ടാവും, പറയുന്ന വാക്ക് കൃത്യമായിട്ട് പാലിക്കും, എത്തിക്സ് ഉണ്ടാവും, ധനപരമായ കാര്യങ്ങളിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും, വെൽത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇവർക്കുണ്ടാവും. ഈ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കരിയറുകളുണ്ടല്ലോ, വെൽത്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്കിങ്, ഷെയർ, അതേപോലുള്ള വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കരിയറുകൾ, വാക്കുപയോഗിച്ചുകൊണ്ടുള്ള കരിയറുകൾ, അതുപോലെ തന്നെ വിദ്യ റിലേറ്റഡ് ആയിട്ടുള്ള കരിയറുകൾ, ഈ കുടുംബപരമായ വിഷയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന കരിയറുകളിലൊക്കെ ഇവർ ഹൈലി സക്സസ്ഫുൾ ആവും. വെൽത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് വരും. പക്ഷേ ഇതിനകത്ത് 2ാം ഭാവാധിപൻ നെഗറ്റീവായിട്ടാണ് 2ൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ദുഃഖങ്ങൾ ധാരാളം വരും. ഒരുപാട് പൈസ ഉണ്ടാവും, അതുപോലെ ഇറങ്ങിപ്പോവും. എത്രയുണ്ടോ അതിനനുസരിച്ച് ഇവരുടെ അടുത്തു നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓവർലി അറ്റാച്ച്ഡ് ആയിരിക്കും പണത്തോട്. പണം റിലേറ്റഡ് ആയിരിക്കും അവരുടെ സന്തോഷങ്ങളെല്ലാം ഇരിക്കുന്നത്. 2ാം ഭാവാധിപൻ വ്യാഴം ഇവയൊക്കെ കണക്റ്റഡ് ആവുകയും വ്യാഴം 6, 8, 12 പോകുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ആ വ്യക്തി കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ 2ാം ഭാവാധിപൻ നല്ല 2ൽ തന്നെ നിൽക്കുകയും വ്യാഴം 6, 8, 12 പോവുകയോ 2ലേക്ക് ശനിയുടെ ദൃഷ്ടി വരികയോ അല്ലെങ്കിൽ ചൊവ്വയുടെ ദൃഷ്ടി വരികയോ ഒക്കെ ചെയ്താൽ സമ്പത്ത് നിമിത്തമുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. ബുധനും ചന്ദ്രനും ഒക്കെയാണ് 2മായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെങ്കിൽ ഉറപ്പിച്ചോളും കുറച്ച് കൺഫ്യൂസും ആയിരിക്കും. പൈസ ആണ് അവരുടെ സന്തോഷത്തിൻ്റെ മെയിൻ കാര്യം. എല്ലാവർക്കും ധനം വേണം അല്ലേ? ധനമില്ലാതെ നമുക്കിപ്പോൾ ഒരു പൂജ കഴിക്കണമെങ്കിലോ, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ വീഡിയോ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് ധനം സ്പെൻഡ് ചെയ്യണം
അല്ലേ? ഇപ്പം നെറ്റ് റീചാർജ് ചെയ്താലല്ലേ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും കാണാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ഒരു കാര്യം മാത്രമായിട്ട് കാണാതെ പ്രധാന കാര്യം അത് മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം പോയി കിട്ടും. നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ, നമ്മൾ പാചകം ചെയ്തൊരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചേരും. ഉപ്പ് ചേരണം, പുളി ചേരണം, അതിൽ വേണ്ട കറിക്കൂട്ടുകൾ ചേരണം, മസാലക്കൂട്ടുകൾ ചേരണം, എല്ലാം പാകത്തിന് വരുമ്പോഴാണ് നല്ല രുചിയുള്ളൊരു കറിയാവുന്നത്. അതുപോലെയാണ് ജീവിതവും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഏരിയയിൽ ഉടക്കി പോവുകയും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കല്ലാതെ ബുദ്ധിമുട്ടാവുകയും കാലക്രമേണ നമ്മൾ അവരുമായിട്ട് അകന്നു പോകേണ്ടതായിട്ട് വരും. കാലം അങ്ങനെയാണ്, നേച്ചർ അങ്ങനെയാണ്, ഒന്നും സ്ഥിരമില്ല, മാറിക്കൊണ്ടേയിരിക്കും. അപ്പം രണ്ടാം ഭാവാധിപൻ 2-ൽ നിൽക്കുമ്പോൾ പാപബന്ധം വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഓവർലി ഒബ്സസ്ഡ് ഇൻ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മനസ്സിലായി? പൊതുവേ 2-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുന്നതും വ്യാഴം ബലപ്പെടുന്നതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാരകനും ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹവും അതിൻ്റെ ഭാവാധിപതിയും ഒക്കെ നല്ല ബലപ്പെട്ട് നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുകയും നല്ല നക്ഷത്രങ്ങളിലൊക്കെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഉറപ്പാണ്, ഒരു സംശയമില്ല, ഉറപ്പാണ്. പണത്തിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല ജീവിതത്തിൽ. ആവശ്യമുള്ള സമയത്ത് അംബാനിയെപ്പോലെ വലിയ ധനികനാവുന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ജീവിത നിലവാരം അനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് ധനം ഉണ്ടായിരിക്കും, ഉറപ്പാണ്. സംശയമില്ലാത്ത കാര്യം, സംശയമേ വേണ്ടത് കേട്ടോ. അപ്പം ഇനി 2-ാം ഭാവാധിപൻ 3-ൽ നിന്നാലുള്ള ഫലം നോക്കാം നമുക്ക്. 2-ാം ഭാവത്തിൻ്റെ ഒരു വളർച്ചയാണ് 3-ാം ഭാവം എന്ന് പറയുന്നത്. ഏതൊരു ഭാവത്തിൻ്റെയും തൊട്ടടുത്ത ഭാവം എന്ന് പറയുന്നത് ആ ഭാവത്തിൻ്റെ വളർച്ചയാണ്. ഇതൊക്കെ ജ്യോതിഷത്തിൻ്റെ കുറേ ടെക്നിക്കുകളാണ് കേട്ടോ. ഏതൊരു ഭാവത്തിൻ്റെയും വളർച്ച, ഗ്രോത്ത്, നെക്സ്റ്റ് ലെവൽ ചിന്തിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഭാവം കൊണ്ടാണ്. ഇപ്പം ഒരു വ്യക്തിയുടെ വളർച്ച ലഗ്നം കൊണ്ടാണ് ഒരു വ്യക്തിയെ ചിന്തിക്കുന്നതെങ്കിൽ അയാളുടെ വളർച്ച ധനത്തെയും വിദ്യാഭ്യാസത്തെയും അയാൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് 2-ാം ഭാവത്തെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ 2-ാം ഭാവത്തിൻ്റെ വളർച്ച 3-ാം ഭാവം കൊണ്ടാണ് നിശ്ചയിക്കുന്നത്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട്. അപ്പം ഭാവാധിപൻ തൊട്ടടുത്ത ഒരു സ്റ്റെപ്പിലേക്കാണ് നിൽക്കുന്നത്. അപ്പം 2-ാം ഭാവാധിപൻ 3-ൽ നിന്നാൽ എന്തായിരിക്കും? ധൈര്യവും വീര്യവും ദുർബുദ്ധിയൊക്കെ ചിന്തിക്കുന്ന ഭാവമല്ലേ. അപ്പം ധൈര്യവും വീര്യവും നമുക്ക് ആദ്യം എടുക്കാം. അപ്പം ധൈര്യം വേണം, ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ധൈര്യം വേണ്ട. 2-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുമ്പോൾ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് സാധാരണ ഒരാൾക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമാണ് 3. അപ്പോൾ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ ഒരു ധനം റിലേറ്റഡ് ആയിട്ട് ഒരു ആൻട്രപ്രണർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു സ്പിരിറ്റ്, ഒരു ബിസിനസ് സ്പിരിറ്റ് ഇവർക്കുണ്ടാകും. അല്ലെങ്കിൽ മണി മേക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരിക്കാനുള്ള കഴിവ്, അതുമായിട്ടുള്ള ഐഡിയാസൊക്കെ ഇവർക്ക് വളരെ കൂടുതലായിട്ടുണ്ടാകും. ഒരു സ്പിരിറ്റ് ഉണ്ടാകും. അതായത് ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ ധനമൊക്കെ വരും, നമുക്ക് നോക്കാം, നമുക്ക് ഇറങ്ങിത്തിരിച്ചാൽ ധനമൊക്കെ വരും എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ടാവും. ഇവർക്ക് ഇതുവഴിയൊക്കെ ധനം വരാം, ഇതുവഴിയൊക്കെ സമ്പത്തുണ്ടാവാം എന്നൊക്കെ ചിന്തിച്ചാലും സക്സസ്ഫുൾ കരിയർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കരിയറുകളുണ്ടല്ലോ. 3-ാം ഭാവം കമ്മ്യൂണിക്കേഷനിൽ എഴുത്ത്, അല്ലെങ്കിൽ വ്ളോഗിങ്, അല്ലെങ്കിൽ ഒരു ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുമ്പം ഇൻഫ്ലുവൻസേഴ്സ്, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള മീഡിയ, ഇങ്ങനെയൊക്കെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ വരും. അല്ലെങ്കിൽ ആൻട്രപ്രണർഷിപ്പ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ്, കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കുന്ന ഇടനില നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചും കാര്യങ്ങൾ ഡീൽ ചെയ്തും ആ ഒരു വഴിയിലൂടെ കരിയർ വരാനുള്ള സാധ്യതയുണ്ട്. അതുവഴി ധനം വരാനും ആ ഏരിയയിലൊക്കെ വർക്ക് ചെയ്താൽ സമ്പത്തുണ്ടാവാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിംഗ് ഇവർ ക്രിയേറ്റ് ചെയ്യും. 2-ാം ഭാവം 3-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരം വഴിയും ഇവരുടെ ഇടപെടൽ വഴിയും ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ഇവരുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ഇവർ സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2-ാം ഭാവാധിപനും 3-ാം ഭാവാധിപനും നല്ല പോലെ നിൽക്കുകയും 2-ാം ഭാവത്തിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴം അനുഗ്രഹിക്കുകയും 3-ാം ഭാവത്തിൻ്റെ കാരകനായിട്ടുള്ള കുജനും അനുഗ്രഹ സ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇളയ സഹോദരങ്ങളെ സഹായിക്കുകയും അവർ നിമിത്തം ഇവർക്ക് ഗുണമുണ്ടാവുകയും തിരിച്ച് ഗുണമുണ്ടാവുകയും നല്ല ബോണ്ടിങ് ഒക്കെ വരികയും ചെയ്യും. ഒരുമിച്ച് ചേർന്ന് ബിസിനസ് ചെയ്യുകയും ഒരുമിച്ച് ചേട്ടനിയന്മാർ തമ്മിലോ അല്ലെങ്കിൽ ആങ്ങളെ പെങ്ങൾ തമ്മിലോ ഒക്കെ നല്ല ബന്ധം സ്ഥാപിച്ച് കൊണ്ടുപോകാനും കൂടി
പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെന്നുണ്ടെങ്കിൽ സിബ്ലിങ്സും നെയ്ബേഴ്സും ഒക്കെ ആയിട്ട് മൂടിഞ്ഞോടക്കായിരിക്കും. ഇവർ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും, പക്ഷേ സിബ്ലിങ്സായിട്ടും നെയ്ബേഴ്സും ഒക്കെ ആയിട്ട് അവർക്കല്ലേ ഈ വ്യക്തി ഒരു ശത്രുവിനെ പോലെ ആയിരിക്കും. ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ ആയിത്തീരും. ഇനി എന്തൊക്കെയാണ് രണ്ടാം ഭാവാധിപൻ 3-ൽ പാപബന്ധമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ഫ്രൂട്ട്ഫുൾ അല്ലാതിരുന്നാൽ എന്താ അവസ്ഥ? മെയിലിഫിക് ആയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം. പാപ്പരാവാനുള്ള സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്തതിന് എടുത്തിയാടി ദുർബുദ്ധി എന്ന് പറയുന്ന ഭാവം 3. ദുർബുദ്ധി കൊണ്ട് ഓരോന്ന് കണ്ടിട്ട് എടുത്തിയാടി ഉള്ള സമ്പത്ത് കൊണ്ടുവന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പാപ്പരായി പോകാനുള്ള സാധ്യതയുണ്ട്. 1. 2, പെട്ടെന്ന് ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ്, അതുപോലെ വികാരം കൊണ്ട് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, വാശി വൈരാഗ്യ നിമിത്തം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഉള്ള പണികൾ, അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിമിത്തം കടുത്ത ശത്രുക്കൾ, പ്രത്യേകിച്ച് കുടുംബവുമായിട്ട് എന്നേക്കോടെ വളരെ സ്നേഹിച്ച് കൊണ്ടുവരുന്ന സഹോദരങ്ങളിൽ നിന്നൊക്കെയുള്ള കടുത്ത ദുരനുഭവങ്ങൾ വന്നിട്ട് എന്നേക്കുമായിട്ട് ആ ബന്ധം അവസാനിച്ചു പോകുന്നതും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീര്യഭാവമാണ് 3-ാം ഭാവം എന്ന് പറയുന്നത്. വീര്യഭാവം ധൈര്യവും വീര്യവും ദുർബുദ്ധിയും കൂടി ഒരുമിച്ച് വന്നു കഴിയുമ്പം അത് നെഗറ്റീവായി പോയാൽ എന്തായിരിക്കും അവസ്ഥ? 3 എന്ന് പറയുന്നത് മനസ്സിൻ്റെ തുടക്ക ഭാഗമാണ്, ബാഹ്യമായ ഭാഗമാണ്. അപ്പം ബാഹ്യമായ സുഖങ്ങളിൽ എടുത്തു ചാടും, അഹങ്കാരം കൂടും, എടുത്തു ചാടും. അപ്പം 2-ാം ഭാവാധിപൻ 3-ൽ നിൽക്കും കമ്മ്യൂണിക്കേഷൻ വഴിയും സമ്പത്ത് വഴിയുമൊക്കെ ഒരുപാട് സുഖാനുഭവങ്ങളുടെ പുറകിന് പോയിട്ട് നശിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് അവിഹിതത്തെ പോളിഷ് ചെയ്ത് പറയുന്ന കുറേ ഇതുണ്ട്. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, സിറ്റുവേഷൻഷിപ്പ്, ബെനിഫിറ്റ്സ് വിത്ത് കൊളീഗ്സ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല പേരുകളിൽ ഇന്ന് കാണുന്ന കാര്യങ്ങൾ. നമ്മൾ വിത്തൗട്ട് ലോയലിറ്റി ഒന്നുമില്ലാതെ, കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ നമ്മൾ പല പേരുകളിൽ കാണുന്ന ആസ്വാദന രീതികളിൽ പലതിലും പോയി പെട്ടിട്ട് സാമ്പത്തികം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ട് പാപ്പരാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ധനം ഉള്ളപ്പോഴും അല്ലെങ്കിൽ ആ കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള ചില കാര്യങ്ങളാണ് ഇതെല്ലാം. അതിൻ്റെ പുറകിന് പോയിട്ട് ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ, ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വല്ലാണ്ട് ദുഃഖിക്കുന്നതും 2-ാം ഭാവാധിപൻ 3-ൽ നിന്നാൽ വരും. 3-ൽ രാഹു, പാപഗ്രഹങ്ങൾ പലതും 2-ാം ഭാവാധിപനുമായിട്ടും യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹങ്ങൾ 3-ൽ വരികയും പല പാപഗ്രഹങ്ങൾ ഒരുമിച്ച് വരികയും ഒക്കെ ചെയ്താൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ 2-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുമ്പം പാപബന്ധം വരികയാണെങ്കിൽ, കേതുവോ സർപ്പമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഇടനില നിൽക്കരുത്, പണിയാവും കേട്ടോ. അപ്പം 3-ാം ഭാവത്തെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. 2-ാം ഭാവാധിപൻ 3-ൽ നിന്നാലുള്ള ഫലങ്ങൾ പല ജാതകങ്ങളുടെ ആകത്തുകയായിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു അനുഭവം കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. അത് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് 2-ാം ഭാവാധിപൻ 4-ൽ നോക്കാം. 2-ാം ഭാവാധിപൻ 4-ൽ നിന്നാൽ വാഹന റിലേറ്റഡ് ആയിട്ടോ റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തോ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിലോ ഒക്കെ വഴി ധനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഒരു ഹയർ എഡ്യൂക്കേഷൻ പർപ്പസുകൾ, അല്ലെങ്കിൽ കൺസൾട്ടൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ നല്ല സമ്പത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 2-ാം ഭാവാധിപൻ 4-ൽ നിന്നാൽ അമ്മ വഴി ധനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അമ്മ വഴി, അമ്മയുടെ ഭൂസ്വത്തുക്കൾ വഴി ധനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 2-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുകയാണെങ്കിൽ അമ്മ വഴിയുള്ള സമ്പത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അമ്മയുടെ പരദേവതയെ നന്നായിട്ട് ആശ്രയിക്കണം. 4 കുടുംബ പരദേവതാ സ്ഥാനമാണ്. അപ്പോൾ 2-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുകയും 4-ാം ഭാവത്തിൻ്റെ 11-ാം ഭാവമായിട്ടുള്ള 2-ാം ഭാവാധിപൻ തന്നെ 4-ൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു 4-ാം ഭാവത്തിൻ്റെയും 2-ൻ്റെയും ഒരു കോമ്പിനേഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പം അങ്ങനെ യോഗമുള്ളവരുണ്ടെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് നിങ്ങളുടെ പരദേവതയും അമ്മ വഴിയുള്ള ആചരണങ്ങളെ നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ സമ്പത്ത് വരും. ഉറപ്പാണ്. എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ സമ്പത്ത് വരും. എന്താ ഇത്ര ഉറപ്പ് ഞാൻ പറയുന്നത്? ഈ വിഷയത്തിൽ ഒരു 100 അല്ല അതിൽ കൂടുതൽ അനുഭവം എനിക്ക് മാത്രമുണ്ട്. അപ്പോൾ എത്രയോ പേര് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇതൊരു ഒബ്സർവേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റിസൾട്ട് കിട്ടുവാണെങ്കിൽ കമൻറ്റും ചെയ്തോളൂ. 2-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുകയും 2-ഉം 4-ഉം 11-ഉമായിട്ട് ബന്ധം വരികയൊക്കെ ചെയ്താൽ നിങ്ങൾ അമ്മയുടെ പരദേവതയെ ആശ്രയിച്ചോളൂ. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടോ വാഹനം മേടിക്കാനോ വീട് വെക്കാനോ ഒക്കെയുള്ള ബ്ലോക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഇമോഷണൽ സെക്യൂരിറ്റി, ഒരു സ്ട്രോങ് ഫാമിലി ബോണ്ടിങ്
ഉണ്ടാവും. ഒരു പേഴ്സണാലിറ്റി നമുക്ക് കിട്ടും. കുടുംബ മഹിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇന്നത്തെ ന്യൂ ജനറേഷൻസ് വളരെ പുച്ഛത്തോട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പക്ഷേ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അതൊക്കെ ആവശ്യമാണ്. കുടുംബ മഹിമ, അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിക്കുക, അല്ലെങ്കിൽ നല്ല അച്ഛനമ്മമാരുടെ മകനായിട്ട് ജനിക്കുക, അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ആക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുക, നല്ല ക്വാളിറ്റിയുള്ള അച്ഛനമ്മമാരുടെ മക്കളായിട്ട് ജനിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അച്ഛനമ്മമാരിൽ നിന്നൊക്കെ നല്ല പേര് കിട്ടുക എന്നൊക്കെ പറയത്തില്ല, കുടുംബ മഹിമ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം 4-ാം ഭാവമാണ്. അപ്പം ഈ 2-ാം ഭാവാധിപൻ 4-ൽ പോകുമ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുകയും ചെയ്യും. അച്ഛനമ്മമാരുടെ നല്ല സമൂഹത്തിൽ, സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അത്യാവശ്യം പ്രശസ്തിയും പേരുമൊക്കെ എങ്ങനെ വരുന്നത്, ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവിതം സൊസൈറ്റിക്ക് കൂടെ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ്. ആ കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ മക്കളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള അച്ഛനമ്മമാരുടെ മകനായിട്ടോ മകളായിട്ടോ ഒക്കെ ജനിച്ച് ആ ഒരു പേര് കിട്ടാനുള്ള ഭാഗ്യവും ഉണ്ടാവും. ഇനി 2-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുകയും അത് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് വരുന്നതെങ്കിൽ, കേതു യോഗമൊക്കെ വരികയാണെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നും അമ്മയും അമ്മയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരിതങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ്. അപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്? 2 കാര്യമാണ്. അമ്മയുമായിട്ട് ഒരിക്കലും ചേർച്ച വരില്ല. മനസ്സിലായി? 2-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുമ്പം അത് കേതു യോഗം വരിക, കുജനും കേതുവും ഒരുമിച്ച് യോഗം വരിക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് അമ്മയും അമ്മയുടെ കുടുംബവുമായിട്ടോ അമ്മയുടെ സിദ്ധാന്തങ്ങളുമായിട്ടോ ഒരു പരിധിക്ക് മേളിൽ ചേരില്ല എന്ന് മാത്രമല്ല, അമ്മ ഒരു ശത്രുവായി മാറും. മനസ്സിലാവുന്നുണ്ട്? ഒരു കാരണവും കാണത്തില്ല. നമ്മൾ ആലോചിക്കുക, എന്ത് ചെയ്തിട്ട്, ഇവർക്കൊക്കെ നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഇത്ര സ്വാർത്ഥമായിട്ട് ഇവരെന്നോട് ഈ വാശി കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളതിന് ഒരൊറ്റ ഉത്തരം: കർമ്മഫലം, ഡെപ്റ്റാണത്. അത് മാറില്ല. അതനുഭവിച്ച് തന്നെ കടന്നു പോകണം. 2-ാം ഭാവാധിപൻ പാപനായി 4-ൽ നിൽക്കുകയും കുജനും കേതുവുമായിട്ടൊക്കെ യോഗം വരികയും ചെയ്തു കഴിഞ്ഞാൽ സുഖം കുറയും, ഇമോഷണൽ ടർബുലൻസ് ഉണ്ടാകും, ഫാമിലിയുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. പക്ഷേ വീട്ടിൽ പുല്ല് വിലയായിരിക്കും, ഒരു വില ഉണ്ടാവില്ല. ഇമോഷണലായിട്ട് ഡിസിഷൻ എടുത്ത നിമിത്തം സാമ്പത്തികമായിട്ടുള്ള വൻ പരാജയങ്ങൾ. ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, ഗൾഫിലൊക്കെ കിടന്ന് പൈസ അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ അയച്ചു കൊടുത്തു, വീട്ടിൽ ഒരുപാട് സമ്പത്തുകൾ അവരവിടെ കിടന്ന് ആശ്രയിച്ച്, ഒന്നും സ്വന്തം പേരിലല്ല ചെയ്തത്. പക്ഷേ കുറച്ച് കാലം വന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ സമ്പത്തൊന്നുമില്ല, അതൊക്കെ വേറെ ആളുടെ പേരിലും വരും. ഈ 2-ാം ഭാവാധിപൻ 4-ൽ നിന്നൊരു അനുഭവം ഞാൻ പറയാം. 2-ാം ഭാവാധിപൻ 4-ൽ നിന്ന് കുജനും കേതുവുമായിട്ട് യോഗം ചെയ്തിട്ട് കേതു അതിൻ്റെ ദശ നടത്തിയ ഒരാളുടെ ജാതകം എനിക്ക് ഓർമ്മയുണ്ട്. ഈ മനുഷ്യൻ വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോകുന്നതാണ്. 3 പെങ്ങന്മാരുണ്ടായിരുന്നു. 3 പെങ്ങന്മാർ കല്യാണം കഴിച്ചു വിട്ടു. അതിനുശേഷം പുള്ളി വളരെ വൈകിയാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ചു, കുട്ടിയുണ്ടായി, വർഷങ്ങളോളം ഗൾഫിലായിരുന്നു. 55-57 വയസ്സ് വരെ ഗൾഫിലായിരുന്നു. കൊറോണ സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞു അവിടുന്ന് തിരിച്ചു പോന്നു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കടങ്ങളെല്ലാം തീർത്തു, അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടാക്കി, ഒരു നല്ലൊരു വീട് വെച്ചു. ലോണൊക്കെ ഉണ്ട് അതിനകത്ത്. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള നല്ലൊരു ലോൺ എടുത്തൊരു വീട് വെച്ചു, എല്ലാം ചെയ്തു. അപ്പം 3 പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിട്ടുകൊണ്ട് ഈ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം അമ്മയുടെ പേരിലാണ് കിടന്നിരുന്നത്. അച്ഛൻ്റെ മരണശേഷം ഇതെല്ലാം അമ്മയുടെ പേരിലാണ് കിടന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയും കുഞ്ഞുമൊക്കെ അവിടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ, നാട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വീട് പുള്ളി തന്നെ വെച്ചു. പുള്ളി പാല് കാച്ചി നടത്തി, എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാവരോടും അത്യാവശ്യം നല്ല ബന്ധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ജപ്തി നോട്ടീസ് വരുന്നത്. ഈ മനുഷ്യനറിയാതെ ഇളയ പെങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് അമ്മ ഈ ആധാരം കൊടുക്കുകയും ഒപ്പിടുകയും ചെയ്തു. ഏകദേശം 35 ലക്ഷം രൂപയോളം അവർ ഇതിൻ്റെ പേരിൽ ബാങ്കിൽ അടയ്ക്കാനുണ്ട്. ഈ വ്യക്തിയോട് ചോദിക്കാതെയാണ് അത് ചെയ്തത്. പുള്ളി വല്ലാണ്ട് തകർന്നു പോയിട്ട് ആണ് എന്നെ കൺസൾട്ടേഷന് വിളിക്കുമ്പോൾ ഞാൻ ഈ വിഷയം പറയുമ്പോൾ പുള്ളി പൊട്ടിക്കരയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പ്രായവും കൂടിപ്പോയി, ഞാൻ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജന്മം ജീവിച്ചതെന്ന്. പക്ഷേ പെങ്ങളുടെ അടുത്ത് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ പെങ്ങളുടെ ഭർത്താവ് പറഞ്ഞത്, ഇത് അവൾക്കൂടെ അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് വെറുതെ തന്നാന്ന് വിചാരിക്കണ്ട, നിങ്ങളുടെ പെങ്ങൾക്ക് കയറി താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിനകത്ത് വിഷമിക്കുന്നില്ല. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചെറിയ തുകയല്ലേ, അത് അടച്ചാൽ പ്രശ്നം തീർക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ്. അപ്പോഴും അമ്മ അവിടെ തന്നെ താമസിക്കുകയാണ്. എല്ലാവരും തമ്മിലൊരു സ്പർദ്ധയായി അദ്ദേഹത്തിന് മാനസികമായിട്ട് തളർന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു അനുഭവമായിട്ട് എന്നും അത് പ്രായത്തിൻ്റെ ഒരു തലം കഴിഞ്ഞൊരു മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് നല്ലൊരു സമയം മരുഭൂമിയിൽ ജീവിച്ച് തീർത്ത ആ വ്യക്തിയുടെ അനുഭവം എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു. ഞാൻ അന്ന് തന്നെ ആ ഹോറോസ്കോപ്പ് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന്
ഈ വിഷയം പറയുമ്പം രണ്ടാം ഭാവാധിപൻ 4-ൽ നിൽക്കുകയും 4-ൽ കുജനും കേതുവുമായിട്ട് യോഗം വരികയും ചെയ്യുമ്പം കേതു ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കംഫോർട്ട് കുറയും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ നമ്മൾ രണ്ടാം ഭാവമാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ധനവുമായിട്ട് ബന്ധപ്പെട്ട് 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4 വീട്, കുടുംബം, അമ്മയും സുഖവും ഒക്കെ ആയതുകൊണ്ടും അവിടെ കേതു ബന്ധമുള്ളത് കൊണ്ടും പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 3 കാര്യങ്ങളും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്ത് വേണം അതിൻ്റെ ഫലം നിശ്ചയിക്കുകയും ചെയ്യാൻ. ഇതൊരു അലേർട്ടായിട്ട് ഇരിക്കട്ടെ. അവരവരുടെ ജാതകത്തിലുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ആരുടെയെങ്കിലും ജാതകത്തിൽ കണ്ടാൽ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. വളരെ ലെങ്തി ആയിപ്പോയി. 4 ഭാവം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലെങ്തായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി രണ്ടാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്ന ഫലത്തെക്കുറിച്ച് പഠിക്കാം. നമസ്കാരം.